നമസ്കാരം. CPMന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച ഇസ്ലാമിക ബാങ്കിംഗ് സംരംഭമായ ഹലാൽ ഫായ്ദ സഹകരണ സംഘം സഹകരണ നിയമത്തിലെ സർവ്വ വ്യവസ്ഥകളും കാറ്റിൽ പറത്തി അപ്രത്യക്ഷമായെന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. 2017 ഡിസംബർ 24-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത ഈ ഒരു വമ്പൻ പ്രോജക്ട് 2023-ൽ നിശബ്ദമായി പ്രവർത്തനം നിർത്തുകയായിരുന്നു. എന്നാൽ സംഘത്തിന്റെ പ്രവർത്തനം നിലച്ച കാര്യം സഹകരണ വകുപ്പിനെ പോലും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നതും 5 വർഷത്തിലേറെയായി കൃത്യമായ ഓഡിറ്റിംഗ് പോലും നടന്നിട്ടില്ല എന്നതും CPMന്റെ സഹകരണ മേഖലയിലെ തട്ടിപ്പുകളുടെ തുടർച്ചയാണെന്നാണ് വ്യക്തമാക്കുന്നത്. നിക്ഷേപകരിൽ നിന്ന് സ്വീകരിക്കുന്ന പണം പലിശരഹിത വ്യവസ്ഥയിൽ വിവിധ ലാഭകരമായ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഡിവിഡന്റായി നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുമെന്ന ആകർഷകമായ വാഗ്ദാനം നൽകിയായിരുന്നു ഹലാൽ ഫായ്ദ പണം സമാഹരിച്ചിരുന്നത്. എന്നാൽ ഈ സംഘം ഇതുവരെ യാതൊരുവിധ പദ്ധതികളിലും ₹1 പോലും നിക്ഷേപിച്ചിട്ടില്ല എന്നാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓഹരി നിക്ഷേപമായി തുക വാങ്ങിയ ശേഷം ജനങ്ങൾക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് പോലും നൽകാതെ കേവലം താൽക്കാലിക രസീതുകൾ മാത്രം നൽകി പറ്റിക്കുകയായിരുന്നു. നിർദ്ദിഷ്ട ഹലാൽ ഫായ്ദ സഹകരണ സംഘം എന്ന പേരിലാണ് നിക്ഷേപകർക്ക് രസീതുകൾ നൽകിയത്. സഹകരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 17 ലക്ഷം രൂപ മാത്രമാണ് ഓഹരി നിക്ഷേപമായി കാണിച്ചിട്ടുള്ളത്. ഇതിൽ 4 ലക്ഷം രൂപ മുടക്കി ഒരു ഓഫീസ് പണിയുകയും അവിടെ ഉണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് ശമ്പളം നൽകുകയും ചെയ്തതൊഴിച്ചാൽ ബാക്കി പണം എവിടെ പോയി എന്നതിന് യാതൊരുവിധ ഉത്തരവുമില്ല. 2021-22 സാമ്പത്തിക വർഷത്തിന് ശേഷം സൊസൈറ്റിയുടെ വിവരങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല. വീഴ്ചകൾ കണ്ടുപിടിച്ച് സഹകരണ വകുപ്പ് ഓഡിറ്റിംഗിനായി നോട്ടീസ് അയച്ചപ്പോൾ ഓഫീസിൽ ആളില്ലാത്തതുകൊണ്ടും ഭരണസമിതിക്കാർ ഒളിച്ചോടിയതുകൊണ്ടും ആ നോട്ടീസുകൾ മുഴുവൻ തപാലിൽ തിരികെ വരികയായിരുന്നു. 14-അംഗ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഈ സൊസൈറ്റിയിൽ പാർട്ടി ഉന്നതരുടെ പിന്തുണയോടെയാണ് ഇത്തരം വൻ നിയമലംഘനങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാരുടെ പണം വാങ്ങി പ്രസ്ഥാനത്തിന്റെ പേരും ഇസ്ലാമിക ബാങ്കിംഗ് എന്ന ലേബൽ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുകയും പിന്നീട് കേസും കൂട്ടവും ഒക്കെ വരുമ്പോൾ വാതിൽ പൂട്ടി ഓടുകയും ചെയ്യുന്ന CPM ശൈലി തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങളെ മുഴുവൻ അഴിമതിയുടെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റിയ CPM ഒടുവിൽ പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ഇസ്ലാമിക ബാങ്കിനെയും ഇത്തരത്തിൽ അനാഥമാക്കിയിരിക്കുകയാണ്. നിക്ഷേപകരുടെ പണം എവിടെ പോയി എന്നതിനും എന്തുകൊണ്ട് ഓഡിറ്റിംഗിൽ നിന്ന് മുങ്ങി എന്നതിനും മറുപടി പറയാൻ CPM നേതൃത്വം ബാധ്യസ്ഥരാണ്.